ഹായ് ഫ്രണ്ട്സ്, ഈ പട്ടാപ്പകൽ ഞാൻ എങ്ങോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കില്ല ആലോചിക്കുന്നത്. ഇന്ന് എനിക്കൊരു റിസപ്ഷൻ വർക്കുണ്ട്. അപ്പോൾ അവർ ഒരു 5:30 ആകുമ്പോഴാണ് എന്നോട് എത്താൻ പറഞ്ഞത്. അപ്പോൾ ഞാനൊരു 5 മണിക്ക് തന്നെ ഇറങ്ങി. നേരത്തെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീറ്റിരുന്നു, ഫ്രഷായി വേഗം ഒന്നും കഴിച്ചിട്ടില്ല. ഇറങ്ങി ഞാൻ വന്നിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഊബർ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല. എന്തോ ഈ ടൈം ആയതുകൊണ്ടും പിന്നെ ഉള്ളോട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മെയിൻ റോഡിലേക്ക് പോയിട്ട് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ മെയിൻ റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ പോകുമ്പോൾ എന്തായാലും റോഡ് സൈഡിലൊക്കെ നല്ലോണം നായ്ക്കളൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ടീമൊക്കെ എവിടെ പോയി കാരണം ഫുൾ ടൈം എപ്പോഴും ഉണ്ടാവും. രാവിലെ രാത്രി ഒക്കെ ഉണ്ടാവും. ഈ ടൈമിൽ രാവിലെ രാത്രിക്ക് ആൾക്കാർ ചില സമയത്ത് ഉണ്ടാവില്ല. നമുക്ക് പേടി തോന്നില്ല. പക്ഷേ ഈ സമയത്തൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും വരും. ഇതാ ആ കാണുന്നതാണ് മെയിൻ റോഡ്. എത്താനായി. ഇപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഊബർ നിൽക്കുക. മെയിൻ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഊബർ എന്തായാലും ചെയ്താൽ കിട്ടും. പിന്നെ ഇവിടെയാണ് ബ്ലിങ്കിറ്റ് ഉള്ളത്. ഇങ്ങനെ ഓൺലൈനിലായിട്ട് നമ്മളെല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് വീട്ടിലെത്തും ആ സംഭവം. ഈ യെല്ലോ കളറില്ല, അതാണ് 24 hours ഉണ്ടാവും അവിടെ. ഇതായിട്ട് നേരെ ഓപ്പോസിറ്റ് ബ്ലൂ കളറിലുള്ള ഷട്ടറില്ലേ, അതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പ്. പിന്നെ ഞാൻ റോഡിലേക്ക് നടക്കാനായിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ട് വീഡിയോ എടുത്തെന്നാൽ ഊബർ ബുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് വണ്ടിയൊക്കെ കിട്ടി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല എവിടെ സ്ഥലം എന്നുള്ളത്, എനിക്കറിയില്ല. ക്ലയൻറ്റ് എനിക്ക് ലൊക്കേഷൻ വിട്ടുതന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൊക്കേഷൻ്റെ ഒരു സ്ട്രീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഊബർ ബുക്ക് ചെയ്തത്. എന്നാലും കറക്റ്റ് അവിടെ തന്നെ എത്തുമെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ലാസ്റ്റ് ക്ലയൻറ്റിൻ്റെ വീട്ടിലെത്തി. ഇതാണ് ഫ്ലാറ്റ് തോന്നുന്നുണ്ട് ക്ലയൻറ്റിൻ്റെ. അപ്പോൾ ഞാൻ ക്ലയൻറ്റിന് ഫോൺ ചെയ്തു, അവർ താഴത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്കിൻ്റെ വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാം. ചില കസ്റ്റമർ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ബൈ, ഓക്കെ.